ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് മനസ്സിനെ പറ്റിയാണ് പറയണത്. ഒരു പക്ഷേ മനസ്സ് ഭിക്ഷാപാത്രം പോലെയായതുകൊണ്ടാകാം എങ്ങനെയൊക്കെ ഒരു കഥ പറയാം കേട്ടോ. പലപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, എത്രയായാലും മതി വരില്ലതിന്. ഒരിക്കലൊരു കൊട്ടാരത്തിൽ ഭിക്ഷക്കാരനെത്തി. രാജാവ് അപ്പോൾ പൂന്തോട്ടത്തിലായിരുന്നു. കാവൽക്കാരൻ ഭിക്ഷ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്കൊരു നിബന്ധനയുണ്ട്. ഞാൻ എപ്പോഴും അധികാരിയിൽ നിന്നേ ഭിക്ഷ വാങ്ങും, വേലക്കാരനിൽ നിന്ന് വാങ്ങാറില്ല. പത്രാസിനൊട്ടും കോട്ടമില്ലാതെ അയാൾ തട്ടിവിട്ടു. രാജാവിൻ്റെ ചെവിയിൽ ഇക്കാര്യമെത്തി. എന്ത് നിബന്ധനകൾ വയ്ക്കുന്ന ഭിക്ഷക്കാരനോ? ഇതേറെ വിചിത്രമായിരിക്കുന്നു അല്ലോ. രാജാവ് അയാളെ കാണാൻ ഇറങ്ങി വന്നു. വസ്ത്രമൊക്കെ കീറിപ്പറിഞ്ഞ് മിക്കവാറും നഗ്നനായ ഒരുവൻ. എങ്കിലും രാജതുല്യമായ പ്രൗഢി ആ മുഖത്തുണ്ടായിരുന്നു. എന്തേ ഇങ്ങനെയൊരു നിബന്ധന? രാജാവ്, വേലക്കാരനും ഭിക്ഷക്കാരാണ് പ്രഭു. അവർക്കെങ്ങനെ കൊടുക്കാനാകും? അധികാരിക്കല്ലേ കൊടുക്കാനാകൂ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം എനിക്ക് നൽകാം. എങ്കിലും ഒരു നിബന്ധനയുണ്ട്, എൻ്റെ ഭിക്ഷാപാത്രം പൂർണ്ണമായും നിറയണം. രാജാവ് ഭിക്ഷാപാത്രത്തിലേക്ക് നോക്കി അട്ടഹസിച്ചു. നിനക്ക് ഭ്രാന്തുണ്ടോ? നീ കരുതുന്നുവോ ഈ ചെറു ഭിക്ഷാപാത്രം എനിക്ക് നിറയ്ക്കാനാവില്ലെന്ന്? അമൂല്യമായ രത്നങ്ങളാൽ ചെറു ഭിക്ഷാപാത്രം നിറയ്ക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു. മന്ത്രിമുഖ്യൻ തന്നെ അതിലേക്ക് രത്നങ്ങളിട്ടു. എന്നാൽ ഭിക്ഷാപാത്രത്തിലേക്ക് ഇടുന്നതൊന്നും കാണുവാനില്ലായിരുന്നു. ഒരു ചിലമ്പൽ പോലും കേൾക്കാതെ രത്നങ്ങളൊക്കെ അപ്രത്യക്ഷമാകുകയാണ്. രാജാവ് പരിഭ്രാന്തനായി. നാണക്കേടുകൊണ്ട് മുഖം മ്ലാനമായി. അഹങ്കാരമൊക്കെ ഉരുകി ഒലിച്ചില്ലാതായി. കൊട്ടാരത്തിലെ സർവ്വസമ്പാദ്യവും കൊണ്ടുവന്ന് ഈ പിച്ചപ്പാത്രം നിറയ്ക്കുക. രാജാവ് കോപിച്ചലറി. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ രാജാവിൻ്റെ സർവ്വസമ്പത്തും ശൂന്യമായി. ഭിക്ഷാപാത്രത്തിൽ നിന്ന് ഒന്നും കാണുവാനുമില്ല. അങ്ങനെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട രാജാവ് ഭിക്ഷക്കാരന് തുല്യമായി. അദ്ദേഹം അയാളുടെ കാൽക്കൽ വീണ് പറഞ്ഞു, ഞാനും ഇപ്പോഴൊരു യാചകനായി. എനിക്കൊരു കാര്യം അറിയണം. ഈ ഭിക്ഷാപാത്രത്തിൻ്റെ രഹസ്യം എന്നോടൊന്ന് പറയണം. ഇതിൽ അത്ഭുതമൊന്നുമില്ല പ്രഭു. ഇത് മനുഷ്യ മനസ്സുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഭിക്ഷക്കാരൻ പറഞ്ഞു. മനുഷ്യ മനസ്സ് എന്ന ഭിക്ഷാപാത്രം എത്ര നിറയ്ക്കാൻ ശ്രമിച്ചാലും ഒഴിഞ്ഞു തന്നെ കിടക്കും. എന്തൊക്കെ അതിലേക്കിട്ടാലും ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ അതൊക്കെ അപ്രത്യക്ഷമാകും. ആർത്തിയാണ് അതിനെപ്പോഴും. മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാലും ചില ആർത്തികൾ തീരുന്നില്ലത്രേ. ആർത്തിയെ അതിജീവിക്കാനാവുന്നത് ചുരുക്കം ചിലർക്ക് മാത്രം. അപ്പോൾ ഏത് ആർത്തിക്കൂട്ടമാണ് എൻ്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നത്? താങ്ക് യു.